സായിരാം. ഈ 2025 വർഷം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആരോഗ്യവും സമ്പത്തും എല്ലാവർക്കും ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2024 നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളോടുകൂടി കടന്ന വർഷമാണ്. ഉരുൾപൊട്ടൽ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങളും, അതുപോലത്തെ 2024 ഏറ്റവും കൂടുതൽ വേനൽ ചൂട് അനുഭവിച്ച വർഷം എന്ന് സയൻസിസ്റ്റെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയൊന്നും ഇനി വരാതെ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും 2025 സ്വാഗതം ചെയ്തുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങളുടെ പാടശേഖരം സമിതിയിലാണ്. എൻ്റെ പാടശേഖരത്തിനടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ ഈ കൃഷിയെല്ലാം തന്നെ സെക്കൻഡ് ക്രോപ്പാണ്, നെൽകൃഷിയാണ്. എൻ്റെ കൃഷിയാണ് ഇവിടെ. ഇതിലെല്ലാം ഇപ്പോൾ വെള്ളത്തിനൊരു ക്ഷാമം വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ കൃഷിയെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ എർത്ത് ഡാമിലൊന്നാണ്. മണ്ണുകൊണ്ട് കെട്ടിയിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. മണ്ണും പിന്നെ എനിക്ക് തോന്നുന്നു ചൊറുക്ക എന്നൊക്കെ പറയുന്ന സാധനം, എന്നുവെച്ചാൽ ചുണ്ണാമ്പും വെല്ലവും കൂടി മണലും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന അങ്ങനത്തെ എന്തോ കെട്ടിയിട്ടാണ് അവർ ഡാം കൺസ്ട്രക്ഷൻ ചെയ്തത് പറഞ്ഞാൽ. അതിലെ വെള്ളം കൊണ്ടാണ് ഞങ്ങളുടെ ഈ കൃഷിയിലെ രണ്ടാമത്തെ ക്രോപ്പ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ ഇടയ്ക്ക് പോത്തുണ്ടിയുടെ ഇടതുവശത്തെ കനാലിലെ ലെഫ്റ്റ് ബാങ്ക് കനാലിൽ ഭാഗത്തോട്ട് വെള്ളം തുറക്കുന്ന ആ സ്ലോയിൽ അതിൻ്റെ ഷട്ടറിൻ്റെ അവിടെ എന്തോ ഒരു പ്രോബ്ലം വന്ന് അത് കംപ്ലൈൻ്റായി. അങ്ങനെ കുറച്ച് ദിവസത്തെ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് ഇപ്പോൾ കൃഷിയെല്ലാം തന്നെ ചെറിയൊരു ഉണക്ക് ഭീഷണിയിലാണ്. ആ ഗ്രീനിഷിൽ നിന്ന് ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ആ ഇലകളുടെ അറ്റം തന്നെ എല്ലാം തന്നെ ഈ വെള്ളത്തിൻ്റെ ക്ഷാമം മൂലം ഉണക്കം തട്ടാൻ തുടങ്ങി. ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്, 2-3 ദിവസമായി വെള്ളം വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം എവിടെ എത്തിയിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും 2 ദിവസം കഴിയുമ്പോഴേക്കും എത്തുമായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മുകളിലത്തെ ആ ഭാഗത്തുള്ള ലാൻഡുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് വേണം വരാൻ. ഈ ഫില്ല് ചെയ്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നത്, താഴത്തെ കുറേ കർഷകർ ഈ പണ്ട് റേഷൻ കടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ റേഷൻ കട ഇപ്പൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം മണ്ണെണ്ണയൊന്നും ഇല്ലല്ലോ. പണ്ട് പഞ്ചസാര, മണ്ണെണ്ണ, ഗോതമ്പ് എന്നൊക്കെ വന്നപ്പോൾ ആൾക്കാർ കിടന്ന് ഭയങ്കരമായിട്ട് അവിടെ ഭയങ്കര ഈ ക്യാനൊക്കെ വെച്ച്, ആന്ധ്രയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് കണ്ട രംഗങ്ങളാണ്. ആന്ധ്രാപ്രദേശിൽ ഈ ക്യാനൊക്കെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മുമ്പിൽ കൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ അടിപിടി നടക്കും. പക്ഷേ അന്നത്തെ ഒരു ദിവസം തിരക്കാണ്. രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ ആ റേഷൻ കടക്കാരൻ ഈച്ചയും പിടിച്ചിരിക്കുന്നുണ്ടാവും. അവിടെ ആരുമില്ല. ആ സമയത്ത് എല്ലാ സാധനവും അവിടെ ഉണ്ട്. പക്ഷേ എന്തോ ഇവരുടെ ഒരു തെറ്റിദ്ധാരണ, എനിക്ക് കിട്ടാതെ പോകുമോ കിട്ടില്ലയോ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതേ ഒരു രംഗമാണ്. മുകളിലത്തെ പാടത്തിൽ വെള്ളം നിറയുമ്പോഴേക്കും താഴത്തുകാർ കൊണ്ടുപോയി അതിനെ വെട്ടി തുറന്ന് അവരെ കൃഷിയിലോട്ട് വിടാൻ ശ്രമിക്കും. അപ്പോൾ ആ വെള്ളം അവിടെ കൃഷിയിൽ നിന്നറിയില്ല, ഇവർക്കും കിട്ടില്ല. അങ്ങനെ കുറേ അവസ്ഥകളുണ്ട്. എന്തായാലും ഒരു 2-3-4 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും വെള്ളം എത്തിപ്പെട്ടും. വെള്ളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഒരു ആവേശം, അത് നമ്മളെല്ലാവർക്കും ഈ മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനൊരു സ്വഭാവമുണ്ട്. അതെന്താ പറയുക, ഹ്യൂമൻ പെത്തോളജി എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കൊരു മനുഷ്യന്മാരൊരു ആഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ വെള്ളം എല്ലാം സുഭിക്ഷമായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ വെള്ളം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുള്ളൂ. വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ ആദ്യത്തെ ആ സമയം കാണിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെൽകൃഷി. ഞാൻ ഇട്ടിരിക്കുന്ന ഉമ്മയാണ്. ഉമ്മയുടെ ഇതാണ് സീഡാണ് ഇട്ടിരിക്കുന്നത്. അതിന് 90 ഡേയ്സ്, അതിൻ്റെ 120 ഡേയ്സാണ് അതിൻ്റെ ഇത് വരുന്നത് നമ്മൾ പാകിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ കാർഷിക മേഖലയിലെ
ഇപ്പോൾ മെക്കനൈസേഷൻ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് ഇതായി. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ ചില പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ മെക്കനൈസേഷൻ അതിലോട്ട് പോകുന്നില്ലായിരുന്നു. പക്ഷെ ആ മെക്കനൈസേഷനിലൂടെ കർഷകർക്ക് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ ഒരു അവർക്ക് വലിയൊരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അവർക്ക് നല്ലൊരു ഫീഡ്ബാക്കും നല്ലൊരു എന്താ പറയുക ഇതും കിട്ടും, ഗ്രോത്ത് മീൻസ് നല്ലൊരു ഈൽഡും കിട്ടും. ആ ഒരു സിസ്റ്റത്തിലോട്ട് ജനങ്ങൾ മാറണം. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മളെ കർഷകർ എല്ലാവരും ഒരുമിച്ച് നിൽക്കില്ല. ഈ 3 സെൻറ്റ് ഉള്ളവനും 30 ഏക്കർ ഉള്ളവനും ഒന്നാണ് ഇവിടെ. 3 സെൻറ്റ് ഉള്ളവനായിരിക്കും 30 ഏക്കർ മുമ്പിൽ നടാനും വെക്കണം പറയുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു റിയേഴ്സാണ് കർഷകർ. പക്ഷേ അങ്ങനെ ഇല്ലാതെ എല്ലാ പാടശേഖര സമിതിയും തീരുമാനിച്ച് ഒരു പാടശേഖര സമിതി തന്നെ ഏറ്റെടുത്ത് ഒരു ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് എല്ലാവരെയും നട്ടുകൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഭാഗത്ത് നിന്ന് കൃഷി വെള്ളം അതേപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഇറക്കി കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് കൊയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഈൽഡും കിട്ടും, പുഴുക്കേടുകൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്താ, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ കൃഷിയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഞാറ് പറിക്കുമ്പോഴായിരിക്കും അദ്ദേഹം വിതച്ചുകൊണ്ടിരിക്കുന്നത്, ഇദ്ദേഹം കൊയ്യുമ്പോഴായിരിക്കും അദ്ദേഹം മരുന്നടിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ എന്താ, ചാഴിക്കേടും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൊയ്യുന്ന ആ വ്യക്തിൻ്റെ ചാഴികളെല്ലാം തന്നെ അടുത്ത കതിരിലോട്ട് പിടിക്കുന്നു, അവർക്ക് നഷ്ടം വരുന്നു. അപ്പോൾ ഇതൊക്കെ പരസ്പരം നമ്മളിൽ ഒരുമിച്ച് നിൽക്കാത്ത കർഷകരെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ലീഡർഷിപ്പിൻ്റേതായിട്ടുള്ള ഐഡിയയിലൂടെ കൃത്യമായിട്ടൊരു കൃഷി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഈൽഡ് എല്ലാവർക്കും കിട്ടും. പക്ഷേ ഇവിടെ വരുന്നത് എന്താണോ, എല്ലാ ഈഗോ പ്രശ്നങ്ങളാണ്. എനിക്കാണ് മുഖ്യം, ഞാനാ വലുത് അല്ലെങ്കിൽ ഞാനാണ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു യൂണിറ്റി ഇല്ലാത്ത ചിന്തയിലൂടെ സ്വയം നാശം വരുത്തുകയാണ്. അതിൽ മാത്രമല്ല, കൃഷിയിലെല്ലാം തന്നെ അനാവശ്യമായിട്ട് മെഡിസിൻസും ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഒക്കെ കൊടുത്തിട്ടിട്ട് അതെല്ലാം നമ്മുടെ മനുഷ്യന്മാർക്ക് ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞാൽ പോലും, പക്ഷെ ആ ഇടുന്ന അല്ലെങ്കിൽ ആ കൃഷിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ കർഷകരോട് പറയുമ്പോൾ പറയും ഞാനിതൊരിക്കലും കഴിക്കുന്നില്ല, ഞാൻ കൊടുക്കുകയാണെന്നാണ്. അപ്പോൾ മറ്റുള്ളവർ കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ കൃഷിയിൽ മരുന്നടിച്ച് ധാരാളം ഞാൻ കഴിക്കാതെ ഞാൻ വേറൊരാൾ കൊടുക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണം വേറെ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ വ്യക്തിയും അതുപോലെ തളിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ മറക്കുന്നു. ആ സത്യാവസ്ഥ മറക്കുന്നു നമ്മൾ. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു അല്ലാതെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരേ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈൽഡും കിട്ടും, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഉന്നതിയും കിട്ടും. എല്ലാവരും അതിനാണല്ലോ ചെയ്യുന്നത്. കൃഷി ചെയ്യുകയാണെങ്കിലും അവനവൻ്റെ ജീവിതമാർഗ്ഗമാണല്ലോ. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ സാമ്പത്തിക നേട്ടം കിട്ടണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2025 എല്ലാ വിഭാഗക്കാർക്കും, കർഷകർ മാത്രമല്ല, ബിസിനസ് ആയിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, ഓട്ടോ തൊഴിലാളികളുടെ വാഹനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യം, ധനാഭിവൃദ്ധിയും ആരോഗ്യം. ഏറ്റവും വലുതാണ് ആരോഗ്യം. കാരണം കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ ലേശം മധുരം കഴിക്കാൻ പറ്റില്ല, ഷുഗർ പേഷ്യൻ്റാ. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഷുഗർ പേഷ്യൻ്റാ. ബിരിയാണി ഉമ്മർത്ത് വെച്ചിരിക്കുന്നു, കഴിക്കാൻ പറ്റില്ല. പിന്നെ ആ സ്വത്തും ധനം ഉണ്ടായിട്ട് എന്താ ലാഭം? ധനം ഉണ്ടായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ധനത്തിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം ആരോഗ്യമാണ് മഹാഭാഗ്യം. ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ധനം ആരോഗ്യം തന്നെയാണ്. ആരെയും ആശ്രയിക്കാതെ ഒരു മെഡിസിനും കഴിക്കാതെ സ്വന്തമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയായിട്ട് ഭക്ഷണം കഴിക്കാനും തൃപ്തിയായിട്ട് ഉറങ്ങാനും കഴിയുന്നുണ്ടോ, അവരാണ് ഏറ്റവും വലിയൊരു ഭാഗ്യവാന്മാരും ഏറ്റവും സമ്പത്തുള്ളവരും. ഒരുപാട് സമ്പത്തും കാര്യങ്ങളൊക്കെ വരും പോവും എന്നൊക്കെ ചെയ്യും, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാവരോടും ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് സായിരാം. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഈശ്വരൻ എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു വർഷം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സായിരാം.